മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമായിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊഡ്യൂസർ കം കൺസ്യൂമർ സൊസൈറ്റികൾ രൂപീകരിക്കുന്നതിന് മദ്രാസ് ഗവൺമെന്റ് തീരുമാനിക്കുകയും 1946 മാടായി പ്രൊഡ്യൂസർ കം കൺസ്യൂമർ സൊസൈറ്റിയായി രൂപീകരിക്കപ്പെടുകയും ചെയ്ത സ്ഥാപനമാണ് പിന്നീട് 1956 മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കായി മാറിയത്. പ്രാരംഭഘട്ടത്തിൽ കർഷകരിൽ നിന്നും നേരിട്ട് നെല്ല് സംഭരിച്ച് സ്വന്തം മില്ലിൽ പ്രോസസ് ചെയ്ത് ബാങ്ക് നേരിട്ട് നടത്തിയിരുന്ന 64 ന്യായവില വിതരണ കേന്ദ്രങ്ങളിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് അക്കാലത്തെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങളിലൊന്നായ ഭക്ഷ്യക്ഷാമം പരിഹരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. 1960 ബാങ്ക് അതിന്റെ ആദ്യത്തെ ശാഖ കണ്ണപുരത്ത് ആരംഭിച്ചു. കേരള സംസ്ഥാനത്തിൽ ഒരു ശാഖ ആരംഭിക്കുന്ന ആദ്യത്തെ പ്രൈമറി ബാങ്കാണ് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. റെയ്ഡ്കോ, AKG ഹോസ്പിറ്റൽ, കോപ്പറേറ്റീവ് പ്രസ്, റബ്കോ തുടങ്ങി സഹകരണ മേഖലയിലെ നിരവധി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള മൂലധന സമാഹരണത്തിൽ മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട്. നിലവിൽ 24 ശാഖകളോടെ 10 പഞ്ചായത്തുകളിലായി പടർന്നു പന്തലിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് റൂറൽ ബാങ്കായി മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് വളർന്നിരിക്കുകയാണ്. ധനകാര്യ വ്യവഹാരങ്ങൾക്ക് പുറമെ നിരവധി സ്ഥാപനങ്ങൾ ബാങ്കിൻ്റെതായി പ്രവർത്തിക്കുന്നുണ്ട്. 1000 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള AC ഓഡിറ്റോറിയം, 600 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ചെറിയ ഓഡിറ്റോറിയം, 4 AC മുറികൾ എന്നിവയടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാങ്കിന്റെ ഓഡിറ്റോറിയം കോംപ്ലക്സ് പഴയങ്ങാടിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് കൂടാതെ 400 സീറ്റിംഗ് കപ്പാസിറ്റിയും സ്റ്റേജ് സൗകര്യത്തോടും സൗണ്ട് സിസ്റ്റത്തോടും കൂടിയ PCC മെമ്മോറിയൽ ഹാളും മിതമായ നിരക്കിൽ ബാങ്ക് പൊതുജനങ്ങൾക്കായി നൽകുന്നുണ്ട്. സഹകരണ മേഖലയിലെ ആദ്യത്തെ ഹോൾസെയിൽ ഫാർമസിയായ MCRB ഫാർമ പിലാത്തറയിൽ പ്രവർത്തിച്ചു വരുന്നു. രാജ്യത്തുള്ള ഏകദേശം എല്ലാത്തരം മരുന്ന് കമ്പനികളുടെയും മരുന്നുകൾ ഹോൾസെയിലായി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. നാളിതുവരെ സഹകരണ സ്ഥാപനങ്ങളിൽ ആരും തന്നെ മുന്നിട്ടിറങ്ങിയിട്ടില്ലാത്ത മേഖലയായ ഹോൾസെയിൽ സർജിക്കൽ ഐറ്റം ഷോപ്പ് പിലാത്തറയിൽ ഈ വരുന്ന മെയ് 26 മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ആരംഭിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകും വിധം നൂതനമായ ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ബാങ്ക് എന്നും വ്യത്യസ്തത പുലർത്തുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഹോൾസെയിൽ സർജിക്കൽ ഐറ്റം ഷോപ്പ്. ബാങ്ക് എന്നതിൽ കവിഞ്ഞ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലും മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എക്കാലവും മുന്നിൽ തന്നെയാണ്. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ സർക്കാർ ആശുപത്രികൾക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കൽ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിന് സഹായിക്കൽ, SSLC പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെട്ട കുട്ടികളെ അനുമോദിക്കൽ തുടങ്ങിയവ അതിലുൾപ്പെടുന്നു. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയും മികവാർന്ന ആസൂത്രണത്തിലൂടെയും എല്ലാ പദ്ധതികളും പ്രവർത്തനങ്ങളും കൃത്യമായി തന്നെ നടപ്പിൽ വരുത്തുന്നതിൽ മുൻപന്തിയിലാണ് മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇക്കാലം അത്രയും ലാഭകരമായി ബാങ്ക് മുന്നോട്ട് പോവുകയും കേരളത്തിൽ ഹയസ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺ ടു വാല്യൂ വർക്കിംഗ് ക്യാപിറ്റൽ ഉള്ള ബാങ്കായി മാറുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ 18.7 കോടിയുടെ ഷെയർ ക്യാപിറ്റലുള്ള ബാങ്കിന് 1271.64 കോടിയുടെ നിക്ഷേപവും ആകെ 2,56,085 മെമ്പർമാരുമുണ്ട്. ആധുനിക ബാങ്കിംഗ് ഫെസിലിറ്റികളായ നെഫ്റ്റ്, RTGS, ഇൻവേർഡ് UPI എന്നിവ കൂടാതെ മൊബൈൽ ബാങ്കിംഗ് കൂടി ബാങ്കിൽ ലഭ്യമാണ്. 173 സ്ഥിരം ജീവനക്കാർ കൂടാതെ കമ്മീഷൻ ഏജന്റുമാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ ആകെ 277 ജീവനക്കാരാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് സജീവമായി ചുക്കാൻ പിടിക്കുന്നത്. വിവിധ തരത്തിലുള്ളതും ലളിത വ്യവസ്ഥയോടു കൂടിയതുമായ ലോണുകൾ, ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ, കാർഷിക വായ്പാ പദ്ധതികൾ, കുടുംബശ്രീ യൂണിറ്റുകൾക്കായുള്ള പ്രത്യേക പദ്ധതികൾ തുടങ്ങി എല്ലാവിധ ബാങ്കിംഗ് സേവനങ്ങളും ബാങ്ക് നൽകുന്നുണ്ട്. നിഷ്ക്രിയ ആസ്തി ലോണുകൾ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങളിലൂന്നിയ പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തുന്നതിലാണ് ബാങ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും
കാര്യക്ഷമമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും മാന്യ ഇടപാടുകാരുടെയും ബാങ്കിന്റെ അഭ്യുദയകാംക്ഷികളുടെയും സഹകരണം വരും വർഷങ്ങളിലും പ്രതീക്ഷിക്കുന്നു.